അന്താരാഷ്ട്ര രാഷ്ട്രീയ ലോകത്തെ പിടിച്ചുകുലക്കുന്ന അതീവ നിർണായകരവും വിവാദപരവുമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും പുറത്തുവരുന്നത്. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ വെച്ച് ഇറാന്റെ മുഴുവൻ ഉന്നത നേതൃത്വത്തെയും ഒരൊറ്റ ഷോട്ടിൽ ഇല്ലാതാക്കാമായിരുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ ഈ ഞെട്ടിക്കുന്ന പരാമർശം. അതിനു പുറമെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചും തങ്ങൾക്കിടയിൽ ആരാണ് ബോസ് എന്ന് നെതന്യാഹുവിന് കൃത്യമായി അറിയാമെന്നുള്ള കടുത്ത പ്രസ്താവനയും ട്രംപ് നടത്തിയിട്ടുണ്ട്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ നടന്ന വേളയിൽ ഇറാന്റെ തലപ്പത്തുള്ള എല്ലാവരെയും ഒരേ സമയം ഇല്ലാതാക്കാൻ തനിക്ക് മുന്നിൽ അവസരം ഉണ്ടായിരുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അന്തരിച്ച നേതാവ് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള ഇറാന്റെ ഔദ്യോഗിക ഭരണകൂടത്തിന്റെ മുഴുവൻ ഉന്നത നേതൃത്വവും ഒരേ സമയം ഒരേ വേദിയിൽ ഒത്തുകൂടിയിരുന്നു. ഈ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അവരെല്ലാവരും അവിടെയുണ്ട്, ഒരൊറ്റ ഷോട്ട് നമുക്ക് അവരെ എല്ലാം ഒരുമിച്ച് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ട്രംപ് ടെലിഫോൺ അഭിമുഖത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് നൽകിയ അതീവ നിർണായകമായ ഒരു പ്രത്യേക ടെലിഫോൺ അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ ഈ രഹസ്യങ്ങൾ പുറത്തുവിട്ടത്. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത കോടിക്കണക്കിന് വരുന്ന ജനക്കൂട്ടം കടുത്ത ദുഃഖത്തോടെ കരയുന്നത് കണ്ട് താൻ കടുത്ത രീതിയിൽ ഞെട്ടിപ്പോയെന്നും ട്രംപ് ഈ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട്. ഇറാന്റെ നിലവിലത്തെ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കടുത്ത ഭാഷയിൽ പരിഹസിച്ചുകൊണ്ടാണ് ട്രംപ് തന്റെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. തങ്ങളുമായി, അതായത് അമേരിക്കയുമായി എങ്ങനെയെങ്കിലും ഒരു ആണവ കരാറിൽ എത്തിച്ചേരാൻ ഇറാൻ ഇപ്പോൾ കടുത്ത രീതിയിൽ യാചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. ഇറാന്റെ ഉന്നത നേതൃത്വത്തെ മുഴുവൻ ഒരൊറ്റ ഷോട്ടിൽ ഇല്ലാതാക്കാൻ തനിക്ക് മുന്നിൽ അതീവ അനുകൂലമായ ഒരു അവസരം ഉണ്ടായിരുന്നുവെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് അമേരിക്ക അത്തരമൊരു കടുത്ത സൈനിക നീക്കത്തിലേക്ക് കടക്കാതിരുന്നതെന്നതിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റേതായ കാരണം നിരത്തുന്നുണ്ട്. പശ്ചിമേഷ്യയാകെ വൻ യുദ്ധത്തിലേക്ക് നയിക്കാമായിരുന്ന ഈ അതീവ നിർണായക സാഹചര്യത്തിൽ നിന്നും അമേരിക്ക പിന്മാറിയതിന് പിന്നിലെ കാരണവും നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവ ചർച്ചകളുടെ യഥാർത്ഥ അവസ്ഥയും ട്രംപ് ഈ അഭിമുഖത്തിൽ തുറന്നു പറയുന്നു. ഇറാന്റെ മുഴുവൻ നേതൃത്വത്തെയും ഒരേ സമയം വധിക്കാമായിരുന്നിട്ടും അമേരിക്ക അതിന് മുതിരാതിരുന്നതിന് പിന്നിൽ തന്ത്രപരമായ ഒരു കാരണം ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നു. ഇറാന്റെ തലപ്പത്തുള്ള എല്ലാവരെയും ഒന്നിച്ചില്ലാതാക്കിയാൽ പിന്നീട് അമേരിക്കയ്ക്ക് ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ ആരും തന്നെ അവശേഷിക്കില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. നിലവിൽ അമേരിക്കയുമായി എങ്ങനെയെങ്കിലും ഒരു ആണവ കരാറിൽ എത്തിച്ചേരാൻ ഇറാൻ കടുത്ത രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് അവകാശപ്പെടുന്നു. അയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തിന് പിന്നാലെ ഇറാനിലുണ്ടായ ജനവികാരത്തെക്കുറിച്ചും ട്രംപ് തന്നെ നിരീക്ഷണം പങ്കുവച്ചു. നിലവിൽ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന അതീവ നിർണായകരമായ താൽക്കാലിക വെടിനിർത്തലിന്റെ പശ്ചാത്തലവും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വിയോഗത്തെ തുടർന്നുള്ള ഔദ്യോഗിക ചടങ്ങുകളും ദുഃഖാചരണവും പൂർണ്ണമായി അവസാനിക്കുന്നതുവരെ ഇരു വിഭാഗവും തങ്ങളുടെ ആണവ ചർച്ചകൾക്ക് താൽക്കാലികമായി അവധി നൽകിയിരിക്കുകയാണ്. ഈ അതീവ നിർണായകരമായ ദുഃഖാചരണ സമയത്ത് ഇരുപക്ഷവും പരസ്പരം യാതൊരുവിധ സൈനിക ആക്രമണങ്ങളും പാടില്ലെന്ന് അമേരിക്കയും ഇറാനും തമ്മിൽ മുൻകൂട്ടി സമ്മതിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഔദ്യോഗിക ദുഃഖാചരണ ചടങ്ങിനെ സൈനികമായി ഇല്ലാതാക്കാമായിരുന്നുവെന്ന US പ്രസിഡന്റിന്റെ ഈ തുറന്നു പറച്ചിൽ വരും ദിവസങ്ങളിൽ വലിയ അന്താരാഷ്ട്ര നയതന്ത്ര പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്നതിൽ തർക്കമില്ല. അതോടൊപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രിയേക്കാൾ മുകളിലാണ് തന്റെ സ്ഥാനമെന്ന ട്രംപിന്റെ ബോസ് പ്രയോഗം ഇസ്രായേലിനുള്ളിൽ എന്ത് ചലനമാണ് ഉണ്ടാകുന്നതെന്നും നമുക്ക് കണ്ടു തന്നെ അറിയാം.